ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു നൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് കട്ടിങ് വീഡിയോ മാത്രമാണ്. ഇത് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഈ കട്ടിങ്ങിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി കണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് മനസ്സിലാവത്തുള്ളൂ. ആദ്യം തുണിയെ 4ആയി മടക്കിയിടണം. അത് മടക്ക് ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം മടക്കിയിടാൻ. ആ മടക്ക് ഭാഗത്ത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും അടയാളപ്പെടുത്തണം. 4.5 ഫ്രണ്ട് നെക്കും 3.5 ബാക്ക് നെക്കുമാണ്. ഇനി നെക്ക് വിട്ട് 2.5. അവിടെ നിന്ന് താഴോട്ട് ആ 4.5യിലും 3.5യിലും ഇതുപോലെ വരച്ച് സ്ക്വയർ അടയാളപ്പെടുത്തണം. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. 7ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് യു നെക്കാണ്. അതിനു വേണ്ടി ഇവിടെ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കർവ് ഷേപ്പ് ആക്കണം. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കർവ് ഷേപ്പ് ആക്കണം. ഇനി ആം ഹോൾ ലെങ്ത് അടയാളപ്പെടുത്തണം. 6.5ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സ്കെയിൽ ഉപയോഗിച്ച് നീട്ടി ഒരു വര വരയ്ക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവാണ് വരയ്ക്കേണ്ടത്. അതിന് 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്നും 1 ഇഞ്ച് അടയാളപ്പെടുത്തി സ്കെയിൽ കൊണ്ട് നീട്ടി ഒരു വര വരച്ച് കോൺ പോലെ വരച്ചിട്ട് ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ മിഡിൽ പോർഷൻ കാണണം. അപ്പോൾ 6.5 ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ മിഡിൽ പോർഷൻ നമ്മൾ എടുക്കേണ്ട. ടേപ്പ് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ അങ്ങ് വരച്ചാൽ മതി. ആം ഹോൾ ലെങ്തിൻ്റെ ഭാഗം വന്ന് അവസാനിക്കുന്നത് ചെസ്റ്റിലാണ്. അപ്പോൾ അവിടെ ചെസ്റ്റ് നമ്മൾ ലൂസും എല്ലാം കൂടെ ഉൾപ്പെടെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ആ ചെസ്റ്റും പിന്നെ +1 നൈറ്റിക്കുള്ള സ്റ്റിച്ചിങ് അലവൻസ് അതും അടയാളപ്പെടുത്തണം. ചെസ്റ്റിൻ്റെ താഴത്തെ ഭാഗമാണ് ഷേപ്പ്. ആ ഷേപ്പിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് അവിടുത്തെ വിട്ടും അടയാളപ്പെടുത്തണം. 13.5ആണ് ഞാൻ ലെങ്തായിട്ട് എടുത്തിരിക്കുന്നത്. വിട്ട് 10+1. ഇനി സ്ലിറ്റിൻ്റെ ഭാഗം നമുക്ക് നൈറ്റിക്ക് സ്ലിറ്റില്ല, എന്നാലും നമ്മുടെ വയറിൻ്റെ ഭാഗം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ഷേപ്പും കൂടെ നമ്മൾ അടയാളപ്പെടുത്തണം. അത് ലെങ്ത് എടുത്തിട്ട് അടയാളപ്പെടുത്തിയാൽ മതി. 10+1 തന്നെയാണ് അവിടെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടയാളപ്പെടുത്തി വെച്ച അളവുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. ഷേപ്പ് പോലെ യോജിപ്പിക്കണം. സ്റ്റിച്ചിങ് അലവൻസുകൾ തമ്മിൽ യോജിപ്പിക്കണം. എന്നിട്ട് ഇനി ഫുൾ ലെങ്ത് എടുക്കണം. ഫുൾ ലെങ്ത് ഞാനിവിടെ 50ആണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. 50 എടുത്തിട്ടുണ്ട്. 50 വന്ന ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കണം. അതിലും തയ്യൽ തുമ്പ് 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. ആ തയ്യൽ തുമ്പുമായിട്ട് ഈ തയ്യൽ തുമ്പ്, അതായത് അങ്ങോട്ട് സ്റ്റിച്ചിങ് അലവൻസ് അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കണം. അതുപോലെ തന്നെ ഷേപ്പും കൂട്ടി യോജിപ്പിക്കണം. വരച്ച രീതി ഇങ്ങനെ വരും. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആ 50 ഇഞ്ച് അടയാളപ്പെടുത്തിയ സ്ഥലത്തു നിന്ന് കട്ട് ചെയ്തിട്ട് ആ സ്റ്റിച്ചിങ് അലവൻസ് വഴി കട്ട് ചെയ്ത് മുകളിലോട്ട് പോകണം. പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റിച്ചിങ്ങിലും കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ കത്രികയുടെ വാ വലിച്ചു തുറന്ന് വേണം കട്ട് ചെയ്യാൻ. ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. മാഷ് പറഞ്ഞിട്ടില്ലേ, വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചവൻ വിളയും വായിക്കാത്തവൻ വളയുമെന്ന്. അതുപോലെ തന്നെയാണ് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, പക്ഷെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്നും എപ്പോഴും ഇതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടും. എല്ലാം സ്റ്റിച്ചിങ്ങും പെർഫെക്റ്റായിട്ട് കിട്ടും, കട്ടിങ്ങും പെർഫെക്റ്റായിട്ട് കിട്ടും. ആദ്യം മുതലേക്ക് തന്നെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെങ്കിലേ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ഇനി ആ മടക്ക് ഭാഗം ഒന്ന് വെട്ടി മാറ്റി ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. അതിൽ താഴത്തെ ഒരു ഭാഗം എടുത്ത് താഴത്തെ ബാക്ക് ഭാഗം എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുക. ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുക. ഇനി ബാക്കിയുള്ള തുണിയിൽ നിന്ന് വേണം സ്ലീവ് വെട്ടിയെടുക്കാൻ. ഇതിന് സ്ലീവ് ലെങ്ത് അറിയണം. സ്ലീവ് ലെങ്ത് 6ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് അടിഭാഗം 1/2 ഇഞ്ച് മടക്കി അടിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് കരഭാഗമാണ് താഴെ വരുന്നത്. ഇനി ആം ഹോളിൻ്റെ അവിടെ, ആം ഹോൾ കൈക്കുഴിയുടെ അവിടെ 8.5ആണ്. 8.5 അടയാളപ്പെടുത്തണം.
അവിടെ നിന്ന് 2.25 അടയാളപ്പെടുത്തണം താഴോട്ട്. ഇനി സ്ലീവ് റൗണ്ട് അടയാളപ്പെടുത്തണം. 5.5+1 1 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് വരേണ്ടത്. ഇനി ഇതുപോലെ 2.25 അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്ന് സ്ലീവ് തയ്യൽ തുമ്പിലോട്ടൊരു വര വരയ്ക്കുക. പിന്നെ അവിടെ നിന്ന് 1.5 അടയാളപ്പെടുത്തിയിട്ട് സ്ലീവ് റൗണ്ടിലോട്ട് അടയാളപ്പെടുത്തണം. പിന്നെ 2 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ച് അതിൻ്റെ പകുതി എടുത്ത് പകുതിയിലൊരു പോയിൻ്റ് ഇട്ട് കർവ് ഷേപ്പ് പോലെ അടയാളപ്പെടുത്തണം. അത് കഴിഞ്ഞാൽ ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാം. ഇത് നൈറ്റിയിലാണ് ഒറ്റ വര മതി, ഒറ്റ ഒരു കർവ് മതി. കൈക്കുഴി നമ്മൾ കുഴിച്ച് വെട്ടുന്ന, അതായത് ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടുന്നതാണെങ്കിൽ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യേണ്ടി വരും. അത് ചുരിദാറിലൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ബോഡി പാർട്ടിൻ്റെയും സ്ലീവിൻ്റെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓണത്തിന് നമുക്ക് ഒരു നൈറ്റിയെങ്കിലും തയ്ച്ചിടാം എന്ന് കോൺഫിഡൻസ് ആയിട്ടുണ്ട്. നെക്ക് ഫിനിഷിങ്ങിന് വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതിനുള്ള എളുപ്പവഴി ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം. ക്രോസ് പീസ് നമുക്ക് ഇങ്ങനെയും കട്ട് ചെയ്യാം. നൈറ്റിക്കൊന്നും നമ്മൾ ക്യാൻവാസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ക്രോസ് പീസ് അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിലൊരു ലൈക്കും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ ബൈ.